6 മാസത്തിനുള്ളിൽ കെഎസ്ആർടിസിയിൽ ടിക്കറ്റ് വിതരണം പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ച് പുതിയ സംവിധാനത്തിലേക്ക് മാറുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു. 15 വർഷം പഴക്കമുള്ള കെഎസ്ആർടിസി ബസ് ഉൾപ്പെടെയുള്ള സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിനായി ഓപ്പൺ ടെൻഡർ വിളിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെറുതെ പറയുന്നതല്ല, ടോട്ടൽ കമ്പ്യൂട്ടറൈസേഷൻ എംഎൽഎമാരോട് റിക്വസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ കെഎസ്ആർടിസിയുടെ ആസ്ഥാനത്ത് 24 സെക്ഷൻസ് ഉണ്ട്. 24 സെക്ഷനും ഈ സെക്ഷനുകളായി മാറി, കമ്പ്യൂട്ടറിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി വരാനുള്ളത് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലുള്ള ഡിപ്പോകളിലെ കമ്പ്യൂട്ടറൈസേഷനാണ്. അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട എംഎൽഎമാരോടെല്ലാം കമ്പ്യൂട്ടർ നൽകണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അത് ലഭിക്കുന്ന മുറയ്ക്ക് 2-3 മാസം കൊണ്ട് എല്ലാ ഡിപ്പോകളും കമ്പ്യൂട്ടറിൽ വരും. അതുകൂടാതെ പുതിയ ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ടിക്കറ്റ് മെഷീനും കാര്യങ്ങളും, അദ്ദേഹം പറഞ്ഞ പോലെ ടിക്കറ്റ് മെഷീൻ ഒന്നും വാങ്ങി പൈസ കളയുന്നില്ല. കാരണം വാങ്ങുമ്പോൾ പല ആരോപണങ്ങൾ, പിന്നെ അത് ചീത്തയാകുമ്പോൾ അതിനേക്കാളും വലിയ ആരോപണങ്ങൾ, അതൊന്നും നേരിടുന്നതിനേക്കാൾ നല്ലത്